തൃശൂർ നഗരത്തിലെ വഴിയോര പുസ്തക വിൽപ്പനക്കാരെ ഒഴിപ്പിക്കാനുള്ള കോർപ്പറേഷൻ നടപടിക്കെതിരെ പ്രതിഷേധം വ്യാപകമാകുന്നു. വായനാശീലം പ്രോത്സാഹിപ്പിക്കാനായി കോർപ്പറേഷൻ തെരുവ് പുസ്തകശാലകൾ സ്ഥാപിക്കുമ്പോൾ വഴിയോര പുസ്തകശാലകൾക്കെതിരെയുള്ള ഇത്തരം നടപടികൾ സാംസ്കാരിക നഗരിക്ക് ചേർന്നതല്ലെന്ന ആക്ഷേപം. കോർപ്പറേഷൻ പരിധിയിലുള്ള സ്വരാജ് റൗണ്ട് പരിസരം, കോർപ്പറേഷൻ ഓഫീസ് റോഡ് പരിസരം, പാലസ് റോഡ് പരിസരം, മ്യൂസിയം റോഡ് പരിസരം എന്നിവിടങ്ങളിലെ വഴിയോര കച്ചവടങ്ങൾ ഒഴിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കൗൺസിൽ തീരുമാനപ്രകാരം തെരുവ് കച്ചവടക്കാരെ ഒഴിപ്പിക്കുന്നതിനുള്ള നോട്ടീസ് നൽകിയിരിക്കുന്നത്. നോട്ടീസ് പ്രകാരം എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടെങ്കിൽ 27-ാം തീയതിക്കുള്ളിൽ സെക്രട്ടറിക്ക് രേഖാമൂലം അപേക്ഷ സമർപ്പിക്കാനാണ് അറിയിച്ചിരിക്കുന്നത്. എന്നാൽ കാലങ്ങളായി തൃശൂർ നഗരത്തിൽ വിവിധ സ്ഥലങ്ങളിൽ കുറഞ്ഞ വിലയിൽ പുസ്തക വിൽപ്പന നടത്തുന്ന ഇവരെ ഒഴിപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ എല്ലാ കോണുകളിൽ നിന്നും വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. മെഡിസിൻ, എഞ്ചിനീയറിംഗ്, കഥകൾ, കവിതകൾ, നോവൽ, ചരിത്രം എന്നിങ്ങനെയുള്ള പുസ്തകങ്ങൾക്ക് പുറമെ വളരെ അമൂല്യമായ പുസ്തകങ്ങൾ വരെ വൻ വിലക്കുറവിലാണ് ഇവർ വിൽപ്പന നടത്തുന്നത്. കാലങ്ങളായി തെരുവിൽ പുസ്തകം വിറ്റ് ഉപജീവനം നയിക്കുന്ന തങ്ങൾക്ക് ഒഴിഞ്ഞുപോകാൻ നോട്ടീസ് ലഭിച്ചുവെന്നും ഇനി എങ്ങോട്ട് പോകുമെന്നറിയില്ലെന്നും തങ്ങൾക്ക് മാത്രമല്ല തെരുവിൽ ചെരുപ്പ് തുന്നി ജീവിക്കുന്നവർക്ക് പോലും നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നും 20 വർഷമായി നഗരത്തിൽ പുസ്തക വിൽപ്പന നടത്തുന്ന പ്രമോദ് പറയുന്നു. പെട്ടെന്നൊക്കെ നമ്മളോട് മാറുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതുമാണ്. നമുക്കൊരു റൂം എടുക്കാനോ അതിനുള്ള വരുമാനമൊന്നും ഇതിൽ നിന്നില്ല. അപ്പോൾ ഈ ഒരു സാധാരണക്കാരെ കുട്ടികൾക്കായാലും പഠിക്കാനുള്ള ഒരു ഇങ്ങോട്ട് മേടിക്കലും അങ്ങോട്ട് കൊടുക്കുന്ന ഇതാണ് ഇവിടെ. അപ്പം അങ്ങനെ സിലബസിലുള്ള ബുക്കുകൾ മേടിക്കുക, പകുതി വിലയ്ക്ക് കൊടുക്കുക, മാറ്റം വന്നാൽ ഞങ്ങൾ ആക്രി നമ്മളെ കിലോയ്ക്കൊക്കെ തൂക്കം കൊടുക്കാനുള്ള ഇവിടെ ഉള്ളത്. ഇപ്പോൾ 27-ാം തീയതിക്കാണ് അതിൽ നോട്ടീസിലുണ്ടായിരുന്നിരിക്കുന്നത്. ഇന്നിപ്പോൾ ഒന്നും നമുക്ക് അങ്ങോട്ട് കാരണം ഒന്നും അറിയില്ല, എന്താ ബുദ്ധിമുട്ടെന്ന് അറിയില്ല. നഗരഹൃദയത്തിൽ ഇത്തരത്തിൽ 6ഓളം തെരുവ് പുസ്തകശാലകളാണ് പ്രവർത്തിച്ചു വരുന്നത്. ഇതിൽ മലയാളത്തിലും ഇംഗ്ലീഷിലും കവിതാ പുസ്തകം പ്രസിദ്ധീകരിച്ച ഷംനാദ് എന്ന കവിയും തെരുവ് പുസ്തക കച്ചവടക്കാരനാണ്. ഇത്തരം പുസ്തകശാലകളെ നീക്കം ചെയ്യാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്മാറണമെന്ന് നഗരാസൂത്രണ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോൺ ഡാനിയൽ മേയർക്ക് കത്ത് നൽകി. അതോടൊപ്പം നഗരത്തിലെ വഴിയോര പുസ്തക കച്ചവടക്കാരെ പുനരധിവസിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പുസ്തകപ്രേമികളും വിൽപ്പനക്കാരും വിവിധ സംഘടനകളും രംഗത്ത് വന്നിട്ടുണ്ട്. TCV തൃശൂർ.